ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന തിരുവനന്തപുരം LDCയുടെ തൊഴിൽ വാർത്തയിൽ വന്ന കട്ട് ഓഫും മൻസൂർ അലി സാറിൻ്റെ കട്ട് ഓഫുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. LD ക്ലർക്ക് പരീക്ഷ എറണാകുളം, വയനാട് ജില്ലകളിലും ഇടുക്കിയിലും മലപ്പുറത്തും ഒക്ടോബർ 19-ന്. തസ്തിക മാറ്റ പരീക്ഷ ഒക്ടോബർ 9-ന്. ഓഗസ്റ്റ് 11-നകം കൺഫർമേഷൻ നൽകണം. തൊഴിൽ വാർത്തയിലുള്ള കട്ട് ഓഫാണ്. ആദ്യ പരീക്ഷയിൽ ആശ്വാസം. കടുകട്ടി ചോദ്യങ്ങൾ കൊണ്ട് ഞെട്ടിച്ചില്ല, ആത്മവിശ്വാസം കെടുത്തിയുമില്ല. ജൂലൈ 27-ന് നടന്ന തിരുവനന്തപുരം ജില്ലയിലെ LD ക്ലർക്ക് പരീക്ഷയോട് ഉദ്യോഗാർത്ഥികളുടെ ആദ്യ പ്രതികരണം ഇതായിരുന്നു. വേറിട്ട ചോദ്യങ്ങളുടെ എണ്ണം പൊതുവെ കുറവായിരുന്നതിനാൽ ശരാശരി തയ്യാറെടുപ്പ് നടത്തിയവർക്ക് പോലും ആശ്വാസം പകരുന്നതായി പരീക്ഷ. തൊഴിൽ വാർത്തയിലെ പരിശീലനം പിന്തുടർന്നവർക്ക് ഭൂരിഭാഗം ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായില്ല. പൊതുവിജ്ഞാന വിഭാഗത്തിൽ സാമ്പത്തിക ശാസ്ത്രം, ഭരണഘടനാ ഭാഗങ്ങളിലെ ചോദ്യങ്ങൾ അല്പം ആഴത്തിൽ പഠിച്ചവർക്ക് ഉത്തരം കണ്ടെത്താവുന്ന വിധത്തിലുള്ളതായിരുന്നു. റാങ്ക് നിർണ്ണയിക്കുന്നതിൽ ഈ ചോദ്യങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്. ശാസ്ത്ര വിഭാഗത്തിൽ 1-2 ചോദ്യം ഒഴികെയുള്ളവ കാര്യമായ വെല്ലുവിളികൾ ഉയർത്തിയില്ല. എന്നാൽ കലാസാഹിത്യ വിഭാഗത്തിൽ മുഹിദ്ദീൻ മാലയിൽ നിന്ന് വന്ന വരികൾ പലരെയും കുഴക്കിയിട്ടുണ്ടാവും. പൊതുവിജ്ഞാനത്തിലെ 30ഓളം ചോദ്യങ്ങൾ പ്രസ്താവന രീതിയിലുള്ളതായിരുന്നു. എന്നാൽ മിക്ക ചോദ്യങ്ങളും ഉത്തരത്തിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഓപ്ഷനോടെ ആയതിനാൽ കാര്യമായി ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലെ 2-3 ചോദ്യം ഒഴികെയുള്ളവ എല്ലാവർക്കും ഉത്തരം കണ്ടെത്താവുന്ന വിധമുള്ളതാണ്. ഒരു ചോദ്യം ആവർത്തിച്ചതും ഒരു ചോദ്യത്തിന് ഓപ്ഷനിൽ ഉത്തരമില്ലാതിരുന്നതും കല്ലുകടിയായി. ഗണിതം, മാനസികശേഷി വിഭാഗം, ഇംഗ്ലീഷ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ വളരെ ലളിതമായിരുന്നു. 1-2 ചോദ്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഇതിൽ ശരാശരിക്കാർക്ക് പോലും മുഴുവൻ മാർക്കും നേടാം. ഈ പരീക്ഷയിലെ മറ്റ് വിഷയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിച്ച ഭാഗം മലയാളമാവാനാണ് സാധ്യത. ആശയക്കുഴപ്പമാക്കി നെഗറ്റീവ് മാർക്കിലേക്ക് നയിക്കാവുന്ന ഏതാനും ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടികയുടെ വലിപ്പവും പരീക്ഷയുടെ നിലവാരവും വിലയിരുത്തിയാൽ കട്ട് ഓഫ് മാർക്ക് 58 to 68 റേഞ്ചിലാവാനാണ് സാധ്യത. ട്രെൻഡ്: യോഗ്യത SSLC ആണെങ്കിലും ബിരുദ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മുൻതൂക്കം നൽകുന്ന ചോദ്യങ്ങളാണ് പൊതുവെ കാണുന്നത്. 40% ചോദ്യങ്ങൾ ഈ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നവയാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഇതുകൂടി മനസ്സിൽ വെച്ചുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് 58 to 68. ഇനി 39 കാറ്റഗറികൾക്കായി ഒക്ടോബർ 27 പരീക്ഷയുണ്ട്. പരീക്ഷ എഴുതാൻ ഓഗസ്റ്റ് 11-നകം ഉറപ്പ് നൽകണം. പരീക്ഷയുടെ ലിസ്റ്റുകൾ: ലാബോറട്ടറി അസിസ്റ്റന്റ്, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ്, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ, മെഡിക്കൽ വിദ്യാഭ്യാസം, പാർട്ട് ടൈം ഓർ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജിൽ ഒക്ടോബർ 1-ന് പരീക്ഷാ തീയതിയാണ്. ക്ലർക്ക് എറണാകുളം, വയനാട് വിവിധം 5. ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 മുഖ്യ പരീക്ഷ മത്സ്യഫെഡിൻ്റെ 8-ാം തീയതി ഒക്ടോബർ 8-ന്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോപ്ലേറ്റർ വ്യവസായിക പരിശീലനം 10 ഒക്ടോബർ 10-ന്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ വ്യവസായ പരിശീലനം ഒക്ടോബർ 11-ന്. ജൂനിയർ ഇൻസ്ട്രക്ടർ പെയിൻറ്റർ വ്യവസായ പരിശീലനം 15-ന്. ഡെമോൺസ്ട്രേറ്റർ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യാഭ്യാസം ഒക്ടോബർ 16-ന്. ജൂനിയർ ഇൻസ്ട്രക്ടർ ടൂൾ ആൻഡ് ഡൈ മേക്കർ ഒക്ടോബർ 16-ന്. ബ്ലെൻഡിംഗ് അസിസ്റ്റൻറ്റ് ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽസ് 17-ന്. എക്സൈസ് ഇൻസ്പെക്ടർ 18-ന്. ക്ലർക്ക് വിവിധം 19-ന് ഒക്ടോബർ 19-ന്. പമ്പ് ഓപ്പറേറ്റർ പ്ലംബർ മൃഗസംരക്ഷണം 21-ന്. പ്യൂൺ വാച്ച്മാൻ KSF 22. സൂപ്പർവൈസർ ICDS വനിതാ ശിശു വികസനം 22-ന്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ബയോമെഡിക്കൽ 22-ാം തീയതി ഒക്ടോബർ 22-ന്. ക്ലർക്ക് ഓർ കാഷ്യർ കേരള ബാങ്ക് ഒക്ടോബർ 23-ന്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ വിദ്യാഭ്യാസം ഒക്ടോബർ 24-ന്. ലൈബ്രറിയൻ ഗ്രേഡ് 4 സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി 24-ന്. തിയേറ്റർ ടെക്നീഷ്യൻ മെഡിക്കൽ വിദ്യാഭ്യാസം 24. ഹൈസ്കൂൾ ടീച്ചർ തമിഴ് വിദ്യാഭ്യാസം 24. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ I&PRD 25-ന്. ഓഫീസ് അറ്റൻഡന്റ് നേരിട്ടും തസ്തിക മാറ്റവും കേരള ബാങ്ക് 26. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസർ ടൂറിസം 28-ന്. അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്ക് 29-ന്. അസിസ്റ്റന്റ് ഡയറക്ടർ വ്യവസായം വാണിജ്യം 30-ന്. നിലവാരം കൂട്ടി LDC പരീക്ഷ. മൻസൂർ കാപ്പുലിങ്കലിൻ്റെ മലയാള മനോരമയിൽ വന്ന റിപ്പോർട്ടാണ്. PSCയുടെ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കമായി. ഉയർന്ന നിലവാരം പുലർത്തുന്നതായിരുന്നു പരീക്ഷ. പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം കറുപ്പിച്ച് വരുമ്പോഴേക്കും പലർക്കും സമയം കഴിഞ്ഞു പോയിരുന്നു. ഇത്തവണ ഓപ്ഷൻ നൽകുന്നതിൽ PSC ചില പരിഷ്കാരങ്ങൾ വരുത്തി. 1ഉം 2ഉം ശരി, 2ഉം 3ഉം 4ഉം ശരി, ഇവയെല്ലാം ശരി എന്നൊക്കെ പറയുന്നതിന് പകരം 1 മുതൽ 4 വരെ ശരി, അല്ലെങ്കിൽ 1 മുതൽ 3 വരെ ശരി എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാതെ 1ഉം 4ഉം ശരി എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് കരുതി ചില ഉദ്യോഗാർത്ഥികൾ ഉത്തരം തെറ്റിച്ചിട്ടുമുണ്ട്. എക്കണോമിക്സ് ചോദ്യങ്ങളെല്ലാം ഹയർ സെക്കൻഡറി നിലവാരത്തിലുള്ളതായിരുന്നു. അതേസമയം മാത്സ്, മെൻ്റൽ എബിലിറ്റി, മലയാളം എന്നിവ താരതമ്യേന എളുപ്പമുള്ളതായിരുന്നു. 1.5 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചത്. നന്നായി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മലയാളത്തിൽ 8 മാർക്കും ശരാശരിക്കാർക്ക് 6 മാർക്കും കിട്ടാൻ പ്രയാസമില്ല.
മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി വിഭാഗങ്ങളിൽ 30 മാർക്കിൽ 18 മാർക്കെങ്കിലും നേടാൻ ശരാശരിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയും. കറണ്ട് അഫയേഴ്സിൽ 20ൽ 10 നേടാം. ബാക്കിയുള്ള പൊതുവിജ്ഞാന മേഖലയിൽ 50 മാർക്കിൽ കുറച്ചെണ്ണം ഒഴിവാക്കിയാലും 25-30 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പൊതുവിജ്ഞാന ഭാഗത്ത് നിന്ന് 25 മാർക്ക്, കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് 10 മാർക്ക്, മലയാളം, ഇംഗ്ലീഷ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ഭാഗങ്ങളിൽ നിന്നായി 18 മാർക്ക് എന്നിങ്ങനെ 53 മാർക്ക് നേടാനാവും. കട്ട് ഓഫ് മാർക്ക് 50 to 60 തോതിലാകാനാണ് സാധ്യത. ബാക്കി ജില്ലകളിലെ LD ക്ലർക്ക് പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള നിലവാരത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നതാണ് തിരുവനന്തപുരത്തെ ചോദ്യപേപ്പർ. നേരത്തെ ഉണ്ടായിരുന്ന പ്രിലിമിനറി മെയിൻ പരീക്ഷകൾ ഒഴിവാക്കി ആകെ ഒറ്റ പരീക്ഷ മാത്രമാക്കിയിരിക്കുന്നതിനാൽ പരീക്ഷ കടുപ്പമാകാൻ തന്നെയാണ് സാധ്യത. പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളം ഉണ്ടാകും. അടുത്ത ജില്ലകളിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എക്കണോമിക്സ് ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.